കേരളത്തിലെ ബി.ജെ.പി ആകെ തകർത്തുകളഞ്ഞ സംഭവമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പെങ്കിൽ കേന്ദ്രത്തിലെ ബി.ജെ.പി, അതായത് മോദി ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കളെ മുഴുവൻ നിരാശയിലാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെയാണ് ആ നിരാശ രൂപപ്പെട്ടത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് ഇനി ലോക്സഭയിൽ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം ബി.ജെ.പിയെ സംബന്ധിച്ച് അവർ അംഗീകരിച്ചു വരുന്നതേയുള്ളൂ. ഉത്തരേന്ത്യയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിലും ദക്ഷിണേന്ത്യയിൽ, അതായത് കേരളത്തിൽ, ഇന്ത്യ മുന്നണിക്ക് മാത്രമായിരുന്നു വിജയം. അത്യാവശ്യം ബി.ജെ.പി പ്രവർത്തകരുടെ പിന്തുണ കൂടുതലുള്ള പാലക്കാട് ബി.ജെ.പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇത്തവണ വിജയിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഫലം വന്നപ്പോൾ ചങ്കരം പിന്നെയും തെങ്ങിന്റെ മണ്ടയിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെയും വെല്ലുന്ന പ്രകടനമാണ് പ്രിയങ്ക കാഴ്ചവച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ രാഹുൽ പ്രതിപക്ഷ നേതാവല്ലായിരുന്നു എങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതാവ് എന്ന നിലയിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ CPM-ഉം ബി.ജെ.പിയും ഒരുപോലെ ഉന്നയിച്ച ഒരു പ്രശ്നമാണ് അദ്ദേഹം മണ്ഡലത്തിൽ സജീവമല്ല എന്നുള്ളത്. എന്നാൽ വയനാട്ടിലെ കാര്യങ്ങൾ നോക്കുവാൻ രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ ഓഫീസ് തുറന്നിരുന്നു. അവിടെ സ്റ്റാഫുകളെയും നിയമിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരു MP എന്ന നിലയിലല്ല, രാജ്യത്തിന്റെ മുഴുവൻ നേതാവ് എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ രാഷ്ട്രീയത്തിൽ സജീവമായത്. എന്നാൽ സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ രാഹുലിനെക്കാളും ഒന്നുകൂടി ഫോർവേഡാണ് പ്രിയങ്ക ഗാന്ധി എന്ന് തോന്നുന്നു. കാരണം കേരളത്തിലെത്തി അവിടെ മത്സരിച്ച് വിജയിച്ച് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണം എന്ന ഒരു ചിന്തയുള്ള വ്യക്തിയല്ല പ്രിയങ്ക ഗാന്ധി എന്ന് വ്യക്തമായിരിക്കുകയാണ്. സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെട്ട് തന്നെ വോട്ട് നൽകി വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചവർക്ക് സഹായമേകി, സാന്ത്വനമേകി മണ്ഡലത്തിൽ തന്നെ താൻ കാണുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രിയങ്ക. കേരളത്തിൽ തന്നെയുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ വിജയിപ്പിച്ചാൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ താൻ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രിയങ്ക ഈ സൂചനകളിലൂടെ വ്യക്തമാക്കുന്നത്. ഇക്കാര്യം ശരിവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ സാധാരണയായി ഒരു MP മണ്ഡലത്തിൽ പ്രധാനമായും ചെയ്യുന്നത് ഓഫീസ് തുറക്കുക എന്നുള്ളതാണ്. MP-യെ ബന്ധപ്പെടേണ്ട ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ എത്താനും അപേക്ഷകൾ നൽകാനും ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു ഓഫീസ്. എന്നാൽ ഇവിടെ പ്രിയങ്ക ഗാന്ധി പദ്ധതിയിടുന്നത് ഒരു ഓഫീസ് തുറക്കുക എന്നുള്ളത് മാത്രമല്ല, തനിക്ക് താമസിക്കാൻ ഒരു വീടും വേണം എന്ന ആവശ്യമാണ് പ്രിയങ്ക ആദ്യം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം താൻ ഭൂരിഭാഗം സമയത്തും മണ്ഡലത്തിൽ തന്നെ കാണും എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ പ്രിയങ്ക നൽകിയിരിക്കുന്നത്. സാധാരണയായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ MP-മാർ മണ്ഡലത്തിലെ തൻ്റെ ഓഫീസിലെത്തി അതിനുശേഷം 1-2 ദിവസം താമസിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ഹോട്ടലുകളിലോ ആയിരിക്കും താമസിക്കുക. പക്ഷേ ഇവിടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തനിക്ക് സ്ഥിരമായി താമസിക്കാൻ ഒരു വീടിൻ്റെ ആവശ്യമുണ്ട് എന്നാണ്. മണ്ഡലത്തിൽ വീടും ഓഫീസും ഒരുക്കാനുള്ള നീക്കവുമായി വയനാട് നിയുക്ത MP പ്രിയങ്ക ഗാന്ധി ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ സോണിയാഗാന്ധി MP ആയിരുന്ന സമയത്തെ കാര്യങ്ങളാണ് പ്രിയങ്ക മാതൃകയാക്കുന്നത്. റായ്ബറേലിയിൽ സോണിയയുടെ വസതിയിലും ഓഫീസിലുമുള്ള സൗകര്യങ്ങളാണ് പ്രിയങ്ക ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഒരു മാധ്യമം വ്യക്തമാക്കുന്നത്. കോൺഫറൻസ് റൂം, ജനങ്ങളോട് സംസാരിക്കാനുള്ള ഓഫീസ്, ഔദ്യോഗിക പാർട്ടി യോഗങ്ങൾ ചേരാനുള്ള സംവിധാനം എന്നിവയൊക്കെ ഓഫീസിൽ വേണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് ഉപതെരഞ്ഞെടുപ്പിലാണല്ലോ പ്രിയങ്ക ആദ്യമായി മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് എത്തിയപ്പോഴൊക്കെ പ്രിയങ്ക താമസിച്ചിരുന്നത് റിസോർട്ടിലും ഹോട്ടലുകളിലും മറ്റുമായിരുന്നു. എന്നാൽ പ്രചരണത്തിന് വരുന്നത് പോലെയല്ല MP ആയി കഴിഞ്ഞ ശേഷം. മാത്രമല്ല, മണ്ഡലത്തിൽ സന്ദർശനത്തിന് വന്നിട്ട് പോകുന്ന ഒരു MP-യാണ് താനെന്ന് പറയിപ്പിക്കാനും പ്രിയങ്ക ഒരുക്കമല്ല. ഭൂരിഭാഗം സമയവും മണ്ഡലത്തിലെ MP-ആയി ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന് തന്നെയാണ് പ്രിയങ്ക ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം. നേരത്തെ രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് റിസോർട്ടിലും PWD റെസ്റ്റ് ഹൗസിലുമൊക്കെയായിരുന്നു താമസിച്ചിരുന്നത്. രാഹുലുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രിയങ്കയ്ക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ചുമതലകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും പ്രിയങ്ക വയനാട്ടിൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതിനിടെ പ്രിയങ്കയുടെ വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവും AICC സെക്രട്ടറിയുമായ സച്ചിൻ പൈലറ്റ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭയിലേക്ക് വരികയാണെന്നും
അത് BJPക്ക് സമ്മാനിക്കുക ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നുമാണ് സച്ചിന്റെ വാദം. വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ മാത്രമല്ല, രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലുള്ളവർക്കും പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ്. തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കു വേണ്ടി മാത്രമായിരിക്കില്ല പ്രിയങ്ക ഇടപെടുകയെന്നും സച്ചിൻ പൈലറ്റ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് പുറമെ രാജ്യത്തെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയും അവർ പാർലമെന്റിൽ ശബ്ദമുയർത്തും. സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പാർലമെന്റിനുള്ളിൽ BJPയെ നേരിടുകയാണ്. ഒപ്പമാണ് സഹോദരിയും എത്തുന്നത്. അവർ ഒരുമിച്ച് ചേരുമ്പോൾ അത് പാർലമെന്റിനുള്ളിൽ NDA മുന്നണിക്ക് സമ്മാനിക്കാൻ പോകുന്നത് ദുഷ്കരമായ ദിനങ്ങളായിരിക്കുമെന്നാണ് സച്ചിൻ പൈലറ്റ് അഭിപ്രായപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും പാർലമെന്റിനുള്ളിൽ ഒരു മാറ്റമുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആദ്യമായാണ് പ്രിയങ്ക ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, അതും കേരളത്തിലെ വയനാട്ടിൽ നിന്നും. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം കോൺഗ്രസ് ആഘോഷമാക്കിയിരുന്നു. ഒരർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയാൻ കഴിയില്ല, ജനങ്ങൾ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിലെ ജനാവലി കണ്ടിട്ട് അത് കോൺഗ്രസുകാർ മാത്രമാണെന്ന് ഒരിക്കലും കരുതുക വയ്യ. രാഷ്ട്രീയ ഭേദമന്യേ പ്രിയങ്ക ഗാന്ധിയോട് അനുഭാവമുള്ളവർ എന്ന് മാത്രമേ കരുതാൻ കഴിയൂ. എന്തായാലും വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ കണ്ടിട്ട് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റെക്കോർഡ് തകരുമെന്ന് തന്നെ അന്ന് ഉറപ്പിച്ചിരുന്നു. ദേശതലത്തിൽ BJPയുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് വയനാട്ടിൽ പ്രിയങ്കയുടെ എൻട്രി നടന്നത്. രാജ്യത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പത്രിക സമർപ്പിക്കാൻ എത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണം തന്നെയാണ് വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് ലഭിച്ചത്. അത് റോഡ് ഷോയ്ക്കായി പ്രിയങ്കയും രാഹുലും സോണിയയും എത്തിയിരുന്നു. വൻ ജനപങ്കാളിത്തത്തോടെ തന്നെയാണ് റോഡ് ഷോ ആരംഭിച്ചത്. പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും റോഡ് ഷോയിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിലെത്തിയത്. പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം ഗംഭീരമാക്കുവാൻ പ്രവർത്തകർ കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ചു. വയനാട്ടിൽ നിന്ന് മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരാണ് അന്ന് കൽപ്പറ്റയിലെത്തിയത്. സത്യം പറഞ്ഞാൽ ഒരു പുതുമുഖമായിട്ടല്ല പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നത്. ഒരുപക്ഷെ ഇത് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് ആയിരിക്കും. പക്ഷെ മത്സരിക്കാനെത്തുന്ന മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രിയങ്ക ഗാന്ധി അറിയാം എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന് മാത്രമേയുള്ളൂ. തിരഞ്ഞെടുപ്പിന്റെ ഫലവും മറ്റു കാര്യങ്ങളുമെല്ലാം മുൻപ് നടന്നത് തന്നെയായിരിക്കും എന്ന് ഉറപ്പായിരുന്നു. കഴിഞ്ഞ തവണ 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയങ്ങളുടെ പട്ടികയിൽ വയനാടും ഇടം പിടിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാനെത്തിയത്. എന്നാൽ ഇത്തവണ K. സുരേന്ദ്രന് വയനാട്ടിൽ മത്സരിക്കാൻ വയ്യ. പകരം മറ്റു പലരെയും നോക്കി. ആർക്കും പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ BJPയിലെ വനിതാ നേതാവായ നവ്യ ഹരിദാസിനെ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ BJP നിയോഗിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താകുമെന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പായിരുന്നു. എന്നാൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉയർന്ന ഒരു പ്രധാന ചോദ്യമുണ്ടായിരുന്നു. ദേശതലത്തിലെ മികച്ച നേതാക്കളിൽ ഒരാളായ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനെത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ തികച്ചും ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് BJP മത്സരിക്കാൻ നിയോഗിച്ചു എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അറ്റ്ലീസ്റ്റ് ശോഭാ സുരേന്ദ്രനെയെങ്കിലും ഒന്ന് മത്സരിക്കാൻ പറഞ്ഞുകൂടായിരുന്നു എന്നായിരുന്നു അതിനർത്ഥം. എന്തായാലും വെറുതെ ഒരു MP-യായി വന്നു പോകാനല്ല താൻ വയനാട്ടിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ് തുടക്കത്തിലെ പ്രിയങ്ക നൽകുന്നത്. ഉറപ്പായും ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം, വയനാട് എന്ന കേരളത്തിലെ ലോക്സഭാ മണ്ഡലം ഇനി ചിലപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഒരിടമായി മാറും.